കർത്താവിൽ പ്രിയരെ, നമുക്കറിയാം ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ശത്രുത വർദ്ധിക്കുവാൻ ഒരു പ്രധാന കാരണമുണ്ട്. എങ്ങനെയാണ് സ്നേഹത്തോടെ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പിണങ്ങുന്നത്? നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ തെറ്റിപ്പിരിയുന്നത്? അവിടെയൊക്കെ ഒരു പിണക്കമുണ്ടാക്കുന്നത് ഒരിക്കലും ഒരു തല്ല് കൊടുത്തിട്ടോ ഒരു വേദന, ശാരീരികമായ ഫിസിക്കൽ ആയിട്ട് നമുക്കൊരു വേദന ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നും അവിടെ എതിർക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെക്കാൾ ഉപരി കൂടുതലായിട്ട് മാനസികമായ മുറിവിലാണ് അല്ലെങ്കിൽ അവിടെയൊക്കെ ഓരോ വ്യക്തികൾ തമ്മിൽ വിഘടിച്ച് മാറുന്നത്. അതായത് ഓരോ വ്യക്തികളുടെ മാനസികമായ മുറിവ്, മനസ്സിലുണ്ടാകുന്ന മുറിവുകളാണ് ഇന്ന് വലിയ ശത്രുതയ്ക്ക് കാരണം. നമ്മൾ കേട്ടിട്ടില്ലേ, അവരെന്നെ നോക്കി, ഇപ്പോൾ അവർ ചിരിക്കുന്നില്ല, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ മൈൻഡ് ചെയ്യാറില്ല. ഇങ്ങനെ മാനസികമായ പലതരം മുറിവുകളാണ് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ചെറിയ ചെറിയ ശത്രുത വളരുന്നതിൻ്റെ എല്ലാം കാരണം. ഇതിനൊക്കെ വളരെ പ്രധാനമായിട്ട് ഒരു അവയവം വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ശത്രുത ഉണ്ടാക്കാൻ വളരെ പ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ അവയവത്തിൻ്റെ പേരാണ് നാവ്. നമ്മുടെ നാവ് കൊണ്ട് ഒരുവൻ മുറിവേൽപ്പിക്കുമ്പോൾ മനസ്സിനേൽപ്പിക്കുന്ന ആ വലിയ മുറിവ്, അത് ആ നാവ് എന്ന വലിയ ആയുധത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കമാണ്. ഇന്നൊരു വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ ഇന്ന് മനുഷ്യർ എവിടെയൊക്കെ ലോക ആകമാനം നോക്കിയ രാജ്യങ്ങൾ തമ്മിൽ, ദേശങ്ങൾ തമ്മിൽ, വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ എവിടെയൊക്കെ സ്വരച്ചേർച്ചയുണ്ടോ അതിനെല്ലാം ഉപാധിയാകുന്ന ഒരു അവയവമാണ് നാവ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരങ്ങൾ ഭരണം നടത്താതിരിക്കട്ടെ. അപ്പോൾ മർത്യശരീരത്തിൽ പാപം ഭരണം നടത്തും എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ മനുഷ്യൻ്റെ മർത്യശരീരത്തെ പാപം ഭരണം നടത്തും. ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ കൺട്രോൾ നയിക്കുന്നത് പാപമാണ്. അല്ലെങ്കിൽ തിന്മയുടെ ശക്തി ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ അവയവത്തെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ചെയ്യപ്പെടും എന്ന് ഈ വചനത്തിലൂടെ പറയുകയാണ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. തുടർന്ന് 13-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളാക്കി സമർപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ചില അവയവങ്ങൾക്ക് അനീതി ഉണ്ടാക്കാൻ തക്ക ഉപകരണമായി മാറാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ഒരു അവയവത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. നാവ് എന്ന നമ്മുടെ ശരീരത്തിലൊരു അവയവം, അത് തിന്മയ്ക്ക് വിട്ടുകൊടുത്താൽ, തിന്മ സ്വഭാവമാണ് നീ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ, അനീതിയുടെ ഉപകരണമായിട്ട് അത് മാറുവാണെങ്കിൽ അത് വലിയ തിന്മ അവിടെ ഉണ്ടാക്കുമെന്ന് വചനം പറയുന്നു. നമുക്ക് 12-ാം വാക്യം ഇപ്രകാരം പറഞ്ഞ, പാപം മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ചിലരിങ്ങനെ പറയാറുണ്ട്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഷോർട്ട് ടെമ്പേർഡാണ് ഞാൻ. അവൻ പറയുന്നത് അവന് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്. അതായത് അവർക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ പോകണമെന്ന്, എന്നാൽ പെട്ടെന്ന് വിചാരങ്ങൾ പെട്ടെന്ന് അവരെ നിയന്ത്രിക്കുകയാണ്. വേറെ ഒരു നിയന്ത്രണം അവരറിയാതെ, അവരുടെ കൺട്രോളിൽ നിലനിൽക്കാത്ത ഒരു സ്വഭാവം അവരിൽ വരുമ്പോൾ പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കുന്നു, രോഷാകുലരാകുന്നു. ചിലപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തണക്കും, പെട്ടെന്ന് ശാന്തമാവും. പക്ഷേ പറഞ്ഞ കാര്യം പറഞ്ഞുപോയി, കേൾക്കേണ്ടവന് മുറിവേറ്റു, അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകേണ്ടടുത്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞു. നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ തിന്മയുടെ സ്വാധീനം നിന്റെ നാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളിൽ പോകുന്നൊരു കാര്യമാണ് നാവ്. നമുക്കിന്ന് വളരെ ശ്രദ്ധിക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ നിയന്ത്രിക്കേണ്ട. രാജ്യങ്ങൾ തമ്മിൽ വാക്കുകൾ കൊണ്ട് ശത്രുത ഉണ്ടായിട്ടുണ്ട്. ദേശങ്ങൾ തമ്മിൽ വാക്കുകൾ കൊണ്ട് ശത്രുത ഉണ്ടായിട്ടുണ്ട്. സംസ്കാരങ്ങൾ തമ്മിൽ വാക്കുകൾ കൊണ്ട് ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. നേരിട്ടൊരു പോരാട്ടം, അവിടെ ഒരു ഫിസിക്കൽ ഫൈറ്റിൻ്റെ ആവശ്യമില്ല. വാക്കുകൾ കൊണ്ടുള്ള ആ സംസാരങ്ങൾ തന്നെ ഇവിടെ ദേശങ്ങളെ തമ്മിൽ ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന മേഖലകളിലെല്ലാം നിൻ്റെ നാവ് തിന്മ പ്രവർത്തിച്ചാൽ അത് വലിയ ശത്രുതയും വലിയ വൈരാഗ്യവും വലിയ വിദ്വേഷവുമാണ് അവിടെ കൊണ്ടുവരുന്നത്. ഒരേ ഒരു അവയവം,
നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയൊരു അവയവം വളരെ സൂക്ഷിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒരു ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്നതാണ് ചില നാവ് നിയന്ത്രണമില്ലാതെ നമ്മൾ പ്രയോഗിച്ചാൽ. നമുക്കൊന്ന് സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ശരീരങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായിട്ട് പാപത്തിന് സമർപ്പിക്കരുത് എന്ന് വചനം പറയുമ്പോൾ, നിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നാവ് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാതെ തിന്മയുടെ ശക്തിയുടെ നിയന്ത്രണത്തിൽ വരുവാണെങ്കിൽ അത് തിന്മ മാത്രമേ നിൻ്റെ അതിരത്തു നിന്ന് വരത്തുള്ളൂ. ഇവിടെ വചനം ഓർക്കുന്നത്, ദൈവിക നിയന്ത്രണത്തിൽ ഗോഡിൻ്റെ, കർത്താവിൻ്റെ കൺട്രോളിൽ അല്ലാത്ത ഒരുവൻ, അവൻ്റെ അവയവങ്ങളും ദൈവത്തിൻ്റെ കൺട്രോളിൽ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അത് തിന്മ മാത്രമേ അവയവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പാപത്തിന് ഉപകരണങ്ങളായിട്ട് മാറരുതെന്ന് വചനം നമുക്ക് ഓർപ്പിക്കുകയാണ്. ശരീരത്തിലെ ഓരോ അവയവവും, ശ്രദ്ധിക്കണമേ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും സാത്താൻ ക്ലെയിം ചെയ്യുമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പാപത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ, തിന്മയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയന്ത്രണം, അവയവങ്ങളുടെ നിയന്ത്രണം അന്ധകാര ശക്തികൾ ക്ലെയിം ചെയ്യുമെന്ന് വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകളുമായിട്ട് ഉടമ്പടി ചെയ്തു, ഇനി ഒരു കന്യകയെ നോക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ജോബ് ഒരു ഉടമ്പടി പറയുകയാണ്, ഞാൻ ചില വേർപാടുകൾ എൻ്റെ ഫിസിക്കൽ ശരീരത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ പൗലോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നിൻ്റെ അവയവങ്ങൾക്ക് ദൈവിക നിയന്ത്രണമില്ലെങ്കിൽ അത് തിന്മയ്ക്ക് അടിപ്പെട്ടു പോകും. നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 34-ാം വാക്യത്തിലേക്ക് പോവാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അണലി സന്തതികളെ, ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം നിൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത കിടക്കുകയാണ്. അപ്പോൾ ദുഷ്ട സ്വഭാവമുള്ള, ദുഷ്ട ക്യാരക്ടറുള്ള നിനക്ക് എങ്ങനെ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കും? പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് നമ്മുടെ നാവിൽ എത്തുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ഹൃദയത്തിൽ നിന്നാണ് എന്ന് വചനം ഓർപ്പിക്കുന്നു. ഹൃദയത്തിൽ നിൻ്റെ എന്ത് ചിന്തയാണോ, വിചാരങ്ങളാണോ ഹൃദയത്തിലുള്ളത്, നാവ് അത് പുറത്തേക്ക് പറയുന്നു. ഒരു സ്പീക്കർ അതിൽ കൊടുത്തേക്കുന്ന തരംഗങ്ങൾ അതെന്ത് ചെയ്യും? അത് കൺവെർട്ട് ചെയ്ത് അത് ഓഡിയോ തരംഗങ്ങളായിട്ട് കേൾക്കാൻ പാകത്തിന് അത് കൺവെർട്ട് ചെയ്യും. നിൻ്റെ ഹൃദയത്തിലൂടെ വരുന്ന നിൻ്റെ ചിന്ത, വികാര, വിചാരങ്ങൾ നാവ് ഒരു ലൗഡ് സ്പീക്കറാക്കി അത് പുറത്തേക്ക് വരുന്നു. നിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ, അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ ദുഷ്ടൻ്റെ സ്വഭാവ ഫലങ്ങളെ നിൻ്റെ നാവിൽ നിന്ന് വരും. അതായത് നീ പ്രാർത്ഥനക്കാരനായിരിക്കുമ്പോഴും, ശ്രദ്ധിക്കണമേ, പ്രാർത്ഥനക്കാരനായിരിക്കുമ്പോഴും നിൻ്റെ ഫലം, നിൻ്റെ വാക്കുകൾ, നിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെങ്കിൽ വചനം ഓർപ്പിക്കുന്നു, നിൻ്റെ സ്വഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും തിന്മ തന്നെയാണ്, പക്ഷെ പുറത്തേക്ക് വരുന്നത് ദുഷ്ടത തന്നെയാണ്. നിന്റെ സ്വഭാവം പുറത്ത് കാണുമ്പോൾ ഔട്ടർ കവർ ഒരു പ്രാർത്ഥനക്കാരൻ്റെ ഇമേജ് ആണെങ്കിലും നിന്റെ ഉള്ളിൽ തിന്മയാണ്. അതുകൊണ്ടാണ് നിന്റെ നാവിൽ നിന്ന് തിന്മ വരുന്നത്. കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ ശക്തമായിട്ട് നടക്കേ ഇപ്പോഴും നീ കുശുമ്പും ഏഷണിയും പറയുന്നതാണെങ്കിൽ അതാ അവിടെ പറയുന്നു, നിന്റെ ഉള്ളിൽ അത് തന്നെ കിടക്കുന്നത്, അത് തന്നെ സത്യവും. ഒന്ന് തിരിച്ചറിയണമേ, നിന്റെ അതിർത്ത് നിന്ന് തിന്മയുടെ സ്വഭാവങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം അത് ദുഷ്ടത തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങൾ, സദൃശവാക്യങ്ങൾ ഓർ പ്രോവേബ്സ് ചാപ്റ്റർ 12 വേഴ്സ് 18, 12-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പ്രകാരം പറയുന്നു, തുളച്ച് കയറുന്ന വാള് പോലെ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. തുളച്ച് കയറുന്ന വാള് പോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടെ പറയുന്നത് ചില വാക്കുകളെ പറയുന്നു തുളച്ച് കയറുന്ന വാള് പോലെയെന്ന്. നിന്റെ ഹൃദയത്തിലേക്ക് ചില കൊള്ളിവെച്ച വാക്കുകൾ തുളച്ച് കയറിയാൽ അവിടെ പ്രശ്നമുണ്ടാകും. കൊള്ളിവെച്ച് അല്ലെങ്കിൽ മൊനവെച്ച് പറയാന്നൊക്കെ നമ്മളൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. വീണ്ടും വിചാരമില്ലാത്ത ചില വാക്കുകൾ അത് ഹൃദയത്തിലേക്ക് വാള് പോലെ കയറും, അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെ മുറിവേൽപ്പിക്കും. അവിടെയെല്ലാം അന്ധകാര ശക്തി കളിക്കുമെന്നറിയാം. ചിലർ പറയാറില്ല, ഇപ്രകാരം പറഞ്ഞിട്ടില്ലേ, നല്ല പ്രാർത്ഥന അരൂപിയിലൊക്കെ നടക്കും, പക്ഷെ ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ സ്വഭാവമാണ്. വളരെ പൗരുഷമായ പെരുമാറ്റം, വളരെ ഒരു കരുണയില്ലാത്ത സ്വഭാവം, എന്ത് പറഞ്ഞാലും അത് ദമ്പതിമാർ തമ്മിൽ എന്ത് പറഞ്ഞാലും ദേഷ്യം, വൈരാഗ്യം, അനാവശ്യമായ കുറ്റപ്പെടുത്തലുകൾ, കോപം, വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ മുറിപ്പെടുത്തുന്നത് പല രീതിയിലാണ്.
അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. ഒന്ന് നമ്മൾ പറഞ്ഞു, ഒന്ന് നാവ് തിന്മയ്ക്ക് വിട്ടുകൊടുത്താൽ അത് തിന്മയുടെ സ്വാധീനം നിന്നെ നിയന്ത്രിക്കും, കൺട്രോൾ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇതാ വചനം പറയുന്നു, അത് വാളുപോലെ നിൻ്റെ ഉള്ളിൽ തറച്ച് കയറും. വീണ്ടും വിചാരമില്ലാതെ പറയുന്ന വാക്കുകൾ അത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തറച്ച് കയറുകയും അവിടെയെല്ലാം മുറിവുകൾ ഉണ്ടാകുകയും അവിടെയെല്ലാം വിദ്വേഷങ്ങൾ ഉണ്ടാകുകയും അവിടെയെല്ലാം വെറുപ്പുകൾ ഉണ്ടാകുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് വാക്കുകൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വചനം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അശുദ്ധി എന്താണ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരുവനുള്ള അശുദ്ധി അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. വായിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അത് അശുദ്ധി എന്ന് അവിടെ വചനം വളരെ പറയുന്നു. എന്നാൽ ആ വചനം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ 18-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാതെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വായിൽ നിന്ന് വരുന്നത്? ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നൊരു കാര്യമാണ്. പരദൂഷണവും കള്ളസാക്ഷ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഒരുവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, പരദൂഷണം, കള്ളസാക്ഷ്യങ്ങൾ, നുണ പറയൽ, തിന്മ പറയൽ, ഏഷ്ണി പറയൽ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ വരുന്നോ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് നിന്നെ അശുദ്ധനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിന്നെ അശുദ്ധനാക്കാൻ നിൻ്റെ നാവിന് സാധിക്കും, നിന്നെ അശുദ്ധനാക്കാൻ നിൻ്റെ ഹൃദയ വിചാരങ്ങൾക്ക് സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അവനെ അശുദ്ധനാക്കിയാണ്. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. നമുക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിലൊരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു പ്രേയർ ഗ്രൂപ്പാണ്. എന്നാൽ ആ പ്രേയർ ഗ്രൂപ്പിൽ ഏഷ്ണിയുടെ സ്വരം ഉയർന്നപ്പോൾ, ഏഷ്ണിയുടെ സ്വഭാവങ്ങൾ ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായ നാവിൻ്റെ ഉപയോഗം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയെല്ലാം പ്രശ്നമുണ്ടായി. നല്ല രീതിയിൽ ഒത്തൊരുമയോടെ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ചിന്ന ഭിന്നമായ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഒരു നാവിൻ്റെ പ്രയോഗം മാത്രമാണ് അവിടെ സംഭവിച്ചിരുന്നത്. പക്ഷേ ഒരു വലിയ കൂട്ടായ്മ, വളരെ ചേർത്ത് ഒത്തൊരുമയുടെ പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മ ഒറ്റ രാത്രി കൊണ്ട് മാറി. ഒരു ചെറിയ വാക്ക് ഒറ്റ രാത്രി കൊണ്ട് വലിയ നഷ്ടം എല്ലാവർക്കും ഉണ്ടായി. വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമായ കാര്യം. ഒരുപാട് നാളുകളെടുത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ ഒരുപാട് നാളിൻ്റെ പ്രയത്നം വേണം. എന്നാൽ ഒരുപാട് നാളുകൾ കൊണ്ട് പ്രയത്നിച്ച് ഒരുമയോടെ പ്രവർത്തിച്ച് ഒരുമയോടെ പോയിക്കൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയെ ഒറ്റ രാത്രി കൊണ്ട് ഒരു നാവിൻ്റെ പ്രയോഗം ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ല, വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ഫാമിലികളൊക്കെ പെട്ടെന്നൊരു നിസ്സാര കാര്യം കൊണ്ട്, ഒരു നിമിഷ നേരത്തെ, ഒരു അല്പനിമിഷത്തെ ചെറിയ വാക്കുതർക്കം കൊണ്ട് വലിയ സ്നേഹത്തിൽ കഴിഞ്ഞു പോയിരുന്ന കുടുംബങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അകൽച്ചയിലായിട്ടുണ്ട്. അത് 1-2 ദിവസങ്ങളില്ല, വർഷങ്ങളോളം ആ പിണക്കത്തിലൂടെ പോകുന്ന ഫാമിലികളെ ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ സൗഹൃദത്തോടെ പോയിക്കൊണ്ടിരുന്ന ഫാമിലികൾ ഒറ്റ നിമിഷത്തെ അത് വീണ്ടും വിചാരമില്ലാത്ത വാക്കുകളിലൂടെ വലിയ തലമുറയായിട്ട് അവരുടെ തലമുറ വന്നിട്ടും ആ പിണക്കം നിലനിൽക്കുന്ന അവസ്ഥ പല സ്ഥലത്തും പല ഭവനങ്ങളിലും കണ്ടിട്ടുണ്ട്. വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ, ഉള്ളിൽ നിന്ന് വരുന്ന അശുദ്ധി, അത് നിന്നെയും ആ കുടുംബത്തെ തന്നെ അശുദ്ധിയുടെ ഫലം അനുഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു, വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു, ഏഷണിക്കാരൻ ഇല്ലാത്തടത്ത് കലഹം ശമിക്കുന്നു. ഏഷണിക്കാരൻ ഇല്ലാത്തടത്ത് കലഹം ശമിക്കുന്നു. ഈ പല സ്ഥലത്തും പ്രശ്നം ഇതാണ്. അവിടെയൊക്കെ ഒരു ഏഷണിക്കാരൻ്റെ സ്വാധീനങ്ങൾ കാണാൻ സാധിക്കും. പല ഭവനങ്ങളിൽ, പല കൂട്ടായ്മയിൽ, പല ജോലി സ്ഥലത്ത്, പല പ്രവർത്തന സ്ഥലത്ത് ഒരു ഏഷണിയുടെ സ്വഭാവമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവിടെയെല്ലാം കലഹം ഒരിക്കലും കെട്ടടങ്ങത്തില്ല. ബൈബിൾ വചനം വളരെ ശക്തമായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മളെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായ ഒരു അവയവമുണ്ട്. നിങ്ങളെ തന്നെ നശിപ്പിക്കാവുന്ന ഒരു തലമുറയെ തന്നെ തിന്മയിൽ കടത്താൻ സാധിക്കുന്ന തരത്തിലൊരു അവയവമുണ്ട്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു അവയവമുണ്ട്. അതിൻ്റെ നാവാണ്. നീ വളരെ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയാ, കർത്താവേ നീ എൻ്റെ അധര കവാടത്തിന് നീ കാവലേർപ്പെടുത്തണം.
അതര കവാടത്തിനെ കാവലേർപ്പെടുത്തണമെന്ന് ദാവീദിന്റെ പ്രാർത്ഥന ഇതാണ്. എൻ്റെ നാവിനെ അശുദ്ധിയിൽ നിന്ന് അകറ്റണം. കാരണം എൻ്റെ നാവ് അത് തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും, വലിയ ഭീഷണികളും തകർച്ചകളും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവേ, നീ എൻ്റെ നാവിനെ നിയന്ത്രിക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ കൺട്രോൾ, എൻ്റെ സർവസ്വവും എൻ്റെ ഇന്ദ്രിയങ്ങളും കർത്താവെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രവാചകനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാലോ, പലർക്കും വലിയ പ്രശ്നമാണ് ജോലി സ്ഥലത്തുള്ള വഴക്കുകൾ, പ്രയാസങ്ങളൊക്കെ. പലരും പറയാറുണ്ട്, എന്നെ ചവിട്ടിത്താത്തുന്നു, കുശുമ്പ് കുത്തുന്നു, ഏഷണികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ. ഇങ്ങനെ എല്ലാവർക്കും പല പല മേഖലകളിൽ അവരെല്ലാം ഇതേ പ്രശ്നം നമ്മൾ എല്ലാം അനുഭവിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ കടന്നു വരാറുണ്ട്. എന്നാൽ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്, നമ്മൾ എപ്രകാരം ഉള്ളവരായിരിക്കണം. ദൈവമക്കളോട് വചനം പറയുന്നു, നിങ്ങൾ എപ്രകാരം ഉള്ളവരായിരിക്കണം. നമുക്ക് വായിക്കാം തീത്തോസിൻ്റെ ലേഖനം, വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ആരെപ്പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യമായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരിൽ ഉദ്ബോധിപ്പിക്കുക. അപ്പോൾ പൗലോസ് തൻ്റെ പ്രഘോഷങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ എപ്രകാരമുള്ളവരായിരിക്കണം. ലോകം പലതും പറയും, പക്ഷെ നീ എന്ത് ചെയ്യണം? ആരെപ്പറ്റി തിന്മ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. ഒരുവനെ പറ്റിയും കുറ്റം പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ആത്മീയ പിതാവ് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കണം, നീ ആരുടെയും വാഷ് ബേസിൻ ആകരുത്. എന്താ വാഷ് ബേസിൻ? നമുക്കറിയാലോ, വാഷ് ബേസിൻ്റെ ഉപയോഗം നമുക്കറിയാം. എല്ലാ വേസ്റ്റുകളെയും സ്വീകരിക്കുക. നിങ്ങൾ വാഷ് ബേസിൻ ആകരുത് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു: നീ ഒരുവൻ്റെ കുറ്റം പറയുന്നവൻ്റെ വാഷ് ബേസിൻ, അവൻ്റെ ചവറുകൾ കേൾക്കുന്ന നീ ചെവി തുറന്ന് കൊടുക്കരുത്. അവൻ്റെ തിന്മ കേൾക്കാൻ നിന്ന് കൊടുക്കരുത്. കുറ്റം പറയാനോ കുറ്റം പറയുന്നത് കേട്ട് നിൽക്കാനോ പാടില്ല. വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ആരെപ്പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ. പ്രശ്നങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണം. അതല്ലെങ്കിൽ തിന്മയുടെ സ്വഭാവങ്ങളിൽ നിന്ന്, അവരുടെ ഏഷണികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നോണം. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യമായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാൻ നീ അവരെ ഉദ്ബോധിക്കുക. അപ്പോൾ വചനം നമ്മൾ പറയുന്നു, ഏഷണി പറയാതെ, ഏഷണിക്കാരിൽ നിന്ന് മാറി നിന്ന് സൗമ്യമായ പെരുമാറ്റം, അതായത് നീ നിന്നെ തന്നെ നിയന്ത്രിക്കുന്നതിനായിട്ട് നീ മാറണം. കൊല്ലാൻ കൊണ്ടുപോകുന്ന യേശുവിനെ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ കുഞ്ഞാടിൻ്റെ എക്സാമ്പിളായിട്ട്, അർപ്പിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിൻ്റെ എക്സാമ്പിൾ വെച്ച് യേശുവിനെ അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മിണ്ടാതെ സൗമ്യമായിരിക്കുന്ന യേശു. അവിടെ അവനെ നോക്കി കുറ്റങ്ങൾ പറയുമ്പോഴും യേശു അവിടെ പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്രകാരം പറയുന്നുണ്ട്, ഇസ്രായേലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗൈഡ് പറയും, ആ കയ്യപ്പാസിൻ്റെ അരമനയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ തടവറയുടെ ആ ഭാഗം കാണിക്കുമ്പോൾ അവിടുത്തെ ഈ ട്രാവൽ ഗൈഡ് പറയാറുണ്ട്, ഈ ഭാഗത്ത് യേശു ചാരി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്രകാരം പറയും, വെളുപ്പിന് 3 മണിക്ക് അല്ലെങ്കിൽ ആ സമയത്തോടടുത്ത് പിടിക്കപ്പെട്ട യേശു ഈ തടവറയിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കപ്പെട്ടാണ് അവിടെ കൊണ്ടുവന്നത്. അത്രയും അടിയേറ്റ്, അത്രയും പീഡിപ്പിക്കപ്പെട്ടിട്ടും അവൻ അവിടെ ചാരി നിന്ന് ആരോടും ഒന്നും പറയാതെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന യേശു. ആ യേശുവിൻ്റെ ആ സൗമ്യതയും ആ സ്നേഹവും ആ കരുണയും ആ വിനയവും, അതിനോളം നമ്മൾക്ക് വളരാൻ നമ്മളിനി എത്രയധികം വളരണം എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് അവിടെ സൗമ്യനായിട്ട് നിൽക്കുന്നതും ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പിൽ അവിടെ ആ അവസാന നിമിഷത്തിൽ പ്രതികരിക്കാതെ നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തർക്കത്തരം പറയാതെ സൗമ്യമായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അതും അവിടെ ക്ഷമയുടെ ഫലങ്ങളെ നമുക്ക് കർത്താവോടെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ഒരു സഹോദരൻ ഇപ്രകാരം ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞ് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അദ്ദേഹം ഇസ്രായേലിൽ ഇലാത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്യുക. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്ത് ഒരു കമ്പനി, അദ്ദേഹം ആ കമ്പനിയിൽ ചെന്നിട്ട്, വളരെ നഷ്ടത്തിൽ കിടന്നൊരു കമ്പനി, അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ കമ്പനീനെ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിലൂടെ എത്രയോ വർഷങ്ങളെടുത്ത് അദ്ദേഹം നമ്പർ 1 സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു യഹൂദനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ഈ സഹോദരനെ ആ കമ്പനി ഒരു 3 മാസത്തേക്ക് ഏൽപ്പിച്ചു.
ഇദ്ദേഹത്തെ ആ കമ്പനി ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന യഹൂദന്മാർക്ക് അത് ഇഷ്ടമായില്ല. ഒരേ രീതിയിൽ ഒക്കെ ജോലി ചെയ്യാം, പക്ഷേ ബോസായിട്ടൊരു ഇന്ത്യക്കാരൻ നിൽക്കുന്ന കണ്ടാൽ അത് അവർക്ക് സഹിക്കത്തില്ല. അവർ ഇന്ത്യക്കാരെ ഓതി എന്ന് വിളിക്കാറുണ്ട്. അവരുടെ ഭാഷയിൽ ഇന്ത്യക്കാരെ വിളിക്കുന്ന പേരാണ് ഓതി. ഒരു ഓതിയുടെ കീഴിൽ ഒരിക്കലും കീഴ്പ്പെട്ട് നിൽക്കാൻ ഒരു യഹൂദൻ തയ്യാറായില്ല. അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ ഇദ്ദേഹത്തോട് ആ കമ്പനിയിൽ വെച്ച് ക്ഷോഭിച്ചു, ദേഷ്യത്തോടെ സംസാരിച്ചു, വളരെ റൂഡായിട്ട് പെരുമാറി, വളരെ ദേഷ്യത്തോടെ പെരുമാറി. അങ്ങനെ ഇദ്ദേഹം വളരെ ദേഷ്യത്തോടെ പെരുമാറിയ യഹൂദൻ ആ കമ്പനിയുടെ ബോസിനെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ആ വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യത്തില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അടുത്ത 3 മാസം അദ്ദേഹമായിരിക്കും എൻ്റെ സ്ഥാനത്തിരിക്കുന്നത്, നിനക്ക് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി നീ ജോലി റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാൻ. അദ്ദേഹം ഈ ഒച്ചയുണ്ടാക്കിയ യഹൂദന് കാര്യം മനസ്സിലായി. അദ്ദേഹം തിരിച്ച് ശാന്തതയോടെ വന്നു. ഇദ്ദേഹം പറഞ്ഞൊരു സംഭവം ഇപ്രകാരമാണ്: വൈകുന്നേരമായപ്പോൾ, ഏകദേശം 5 മണിയാകുമ്പോൾ ഇവരുടെ ജോലിയൊക്കെ കഴിയും. വൈകുന്നേരമായപ്പോൾ ഈ വഴക്കുണ്ടാക്കിയ യഹൂദൻ ഇങ്ങനെ മെല്ലെ മുറ്റത്ത് നിന്ന് നോക്കുന്ന കണ്ടു. അവിടെ ചെന്ന് നോക്കിയിട്ട് ഓടി അകത്തേക്ക് വന്നിട്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് 2 കവിളിൽ ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാൻ അനാവശ്യമായിട്ട് ഒച്ചയെടുത്ത് പോയി, ഞാൻ കോപിച്ചു പോയി, നിന്നോട് ക്ഷമിക്കണം, ഇനി നമ്മൾ അങ്ങനെയൊന്നും ആ രീതിയിൽ കാണരുത്, വളരെ നല്ല രീതിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി. ഇദ്ദേഹം അന്നേരമാണ് ആ വചനം, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് പറയുന്നത്, നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നിടത്തോളം ഇരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നീ കോപിച്ചതും അല്ലെങ്കിൽ നീ അത് സോറി പറയണം, അല്ലെങ്കിൽ കോപം ഇരിക്കാൻ പാടില്ല എന്നുള്ള വചനം അനുസരിക്കാൻ ആ യഹൂദൻ അവിടെ വെപ്രാളപ്പെടുക. അവർ വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിച്ചോ എന്നറിയാൻ വേണ്ടിയാണ് അവിടെ പോയി നോക്കിയത്. ആ സൂര്യൻ അസ്തമിച്ചോ എന്ന് പറയാൻ നോക്കിയിട്ട് അവൻ ഓടി വന്ന് ഇദ്ദേഹത്തെ വന്ന് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് പോയപ്പോൾ ഒരു വചനം അനുസരിക്കാൻ, അല്ലെങ്കിൽ യഹൂദൻ കാണിച്ച ആ തിടുക്കത്തെ ഇദ്ദേഹം പറയുകയാണ്, നമ്മൾ വചനം കേൾക്കുന്നവരാ, പക്ഷെ അനുസരിക്കുന്നവർ എന്ന തലത്തിലേക്ക് മാറിയാൽ അവിടെ യഹൂദൻ കാണിച്ച പോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ വന്ന് സോറി പറഞ്ഞിട്ട് പോയി. അന്ന് പകൽ മുഴുവൻ അവൻ ഒച്ചയും ബഹളം ഉണ്ടാക്കിയവനാ. എന്നാൽ അന്ന് രാത്രി വന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചിട്ട് പോയ യഹൂദനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതാ വചനം അനുസരിക്കാൻ അവർ ചെയ്തത് കണ്ടോ. എല്ലാ വചനം അവർ അനുസരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവിടെ ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ പോയപ്പോൾ അതൊരു മാതൃകയാണ്. ഇതാ അവിടെ കോപിച്ച് പോയാൽ അത് ക്ഷമിക്കാനും കൂടെ അവിടെ അവരൊരു സന്നദ്ധ കാണിച്ചു. നമ്മുടെ നാട്ടിൽ അതില്ല. പറഞ്ഞു പോയാൽ പോലും അവിടെ ക്ഷമയില്ല. അത് വൈരാഗ്യവും വിദ്വേഷവും വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തിലേക്കാണ് ഇന്ന് നമുക്ക് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മനുഷ്യർ പറയുന്ന വ്യർത്ഥവാക്കുകൾക്ക് വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. തുടർന്ന് പറയുകയാണ് 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരുവൻ്റെ കയ്യിൽ ചോയ്സ് ഉണ്ട്. നിന്റെ കൈകളിൽ തന്നെ ചോയ്സ്, നിന്റെ കയ്യിൽ സെലക്ഷൻ ഉണ്ട്. നിനക്കൊന്നെങ്കിൽ നീതീകരിക്കപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറ്റം വിധിക്കപ്പെടുന്ന വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ചോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഏത് വേണം, ഏത് തരത്തിൽ. യേശുവിൻ്റെ വചനമാണ് ഇവിടെ യേശു നേരിട്ട് പറയുന്ന വചനഭാവമാണ് എന്ന് ഇവിടെ നമുക്ക് പറയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു പറയുകയാണ്, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. യേശു തന്നെ പറയുകയാണ്, നീ കണക്ക് കൊടുക്കേണ്ടി വരും. അവിടെ ഒരു കണക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ നിന്റെ കൈകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞാൽ 2 സ്വഭാവങ്ങൾ വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ നീതീകരിക്കപ്പെടുന്ന തരത്തിൽ നന്മയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ വിധിക്കപ്പെടുന്ന, വിധിക്കും ഒരു ശിക്ഷയ്ക്കും ന്യായവിധിക്കും യോഗ്യമായ തരത്തിലുള്ള വാക്കുകൾ. ചിലരുണ്ട്, വാ തുറന്നാൽ ആ തിന്മയുടെ വാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ. തെറി കൂട്ടി സംബോധന ചെയ്ത് സല്യൂട്ടേഷൻ തരുന്ന വ്യക്തി ജീവിതങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ പറയുകയാണ്, പ്രാർത്ഥനക്കാരനോട് പറയുകയാണ്, നിന്റെ വ്യർത്ഥവാക്കിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ വാക്കുകൾക്ക് നീ മുനവെച്ച് പറയുന്നത്, നീ കുറ്റം പറഞ്ഞത്, ഒരുവൻ്റെ നാശത്തിന് വേണ്ടി പറഞ്ഞത്, ഒരുവനോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി പറഞ്ഞത്, ഇങ്ങനെ തിന്മയ്ക്കായിട്ട് പ്രയോഗിച്ച വാക്കുകളുണ്ടെങ്കിൽ അതിനൊക്കെ ശക്തമായിട്ട് വചനം പറയുന്നു, അത് കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ. ഇന്ന് നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ
നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കത്തില്ല എൻ്റെ നാവ് എൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന്. എപ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ആത്മീയ തലത്തിനേക്കാൾ അധികമായിട്ട് പുറത്തു വരുന്നത്, നമുക്ക് നിയന്ത്രിക്കാത്ത തരത്തിലേക്ക് പുറത്തു വരുന്ന തരത്തിലുള്ള ഇമോഷണൽ വികാര വിചാരങ്ങൾ അല്ലെങ്കിൽ വികാര പ്രകടനങ്ങൾ ഒരുവനിലുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തി വളരെ ശ്രദ്ധിക്കണം. അതായത് നിന്റെ നാവ് നിന്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിന്റെ നാവ് ആത്മീയ പരിശീലനത്തിൻ്റെ പരിധിക്ക് അപ്പുറമാണെങ്കിൽ അവിടെയെല്ലാം വലിയ വിപത്തുകൾ ആ വ്യക്തിക്ക് വരാനായിട്ട്, ആ വ്യക്തിക്കോ ആ സമൂഹത്തിൽ തന്നെ അത് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ്, നിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കണം, വിധി ദിനത്തിൽ ഒരു കണക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ഒരു ശിക്ഷയുണ്ട് എന്ന് യേശു നേരിട്ട് പറയുമ്പോൾ ഒരു വാക്കിനെ പോലും അവിടെ യേശു വെറുതെ വിടുന്നില്ല. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ ഇവയെല്ലാം ദൂരെ എറിയുവിൻ, അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കേണ്ട കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ് ഇപ്രകാരം സൂചിപ്പിക്കുന്നു. അശുദ്ധ ഭാഷണം അത് ദൂരെ എറിയാൻ, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കണം. അശുദ്ധ ഭാഷണം, തിന്മയുടെ മോശമായ സംസാരങ്ങൾ, സ്വഭാവങ്ങൾ, കമൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നേ മതിയാവും. സോഷ്യൽ മീഡിയകൾ നിന്നെ ആ രീതിയിലായിട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നോണം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്, പ്രാർത്ഥനക്കാരോട് പറയുകയാണ്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. താൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും നാവിനെ നിയന്ത്രിക്കാതെ, ഇതാണ് വളരെ പ്രശ്നം. പല സ്ഥലത്തും പറഞ്ഞു കഴിയുമ്പോഴാണ് അയ്യോ അത് മുറിപ്പെടുത്തുന്ന കാര്യം. ഭവനങ്ങൾ തമ്മിൽ, വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ. പ്രാർത്ഥനക്കാരൻ്റെ ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്, പുറത്തെ കാര്യങ്ങളല്ല പറയുന്നത്. പ്രാർത്ഥനക്കാരൻ്റെ ഭവനത്തിൽ അവനോട് പറയുകയാണ്, നീ പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിൻ്റെ നാവ് വിശുദ്ധമാണോ? നാവ് വിശുദ്ധമല്ലാത്ത, നമുക്കറിയാം നാവ് വിശുദ്ധമല്ല, അതിൻ്റെ അർത്ഥം എന്തുവാ? ഹൃദയവും വിശുദ്ധമല്ല. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിനെ സംസാരിക്കുന്നതെന്ന് വചനം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതായത് നിന്റെ നാവിൽ അശുദ്ധി ഉണ്ടെങ്കിൽ, നാവിൽ തിന്മയുടെ വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒരുവനെ മുറിപ്പെടുത്തുന്ന തരത്തിലുണ്ടെങ്കിൽ നിന്റെ ഹൃദയവും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, നിയന്ത്രണമില്ലാത്ത നാവുള്ളവരോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനക്കാരനാണെന്ന് നിങ്ങളുടെ വിചാരമാണ്, താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുന്നു, പക്ഷേ തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥം. അതായത് നിന്റെ ഹൃദയത്തിൽ തിന്മ കിടക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥനക്കാരൻ്റെ ഒരു കവറുണ്ടെന്നേ ഉള്ളൂ, എന്നാൽ ഹൃദയത്തിൽ തിന്മ കിടക്കുക, അത് നിന്റെ നാവ് തെളിയിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിലെ തിന്മ നിന്റെ നാവ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഈവിൾ, വിക്കഡ് ഇൻസൈഡ് യുവർ ഹാർട്ട്, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തെളിവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം തിന്മ നിന്റെ ഹൃദയത്തെ കിടക്കുന്നത്. അതുകൊണ്ട് നിന്റെ നാവ് അതൊരു തെളിവാണ്, അതൊരു സാക്ഷ്യം പറയും. നിന്റെ ഹൃദയത്തിൽ നീ എന്താണോ അത് നിന്റെ നാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ അറിയാതെ നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്, നിന്റെ ഹൃദയത്തിലുള്ളത് നാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എൻ്റെ 3-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ, നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൻ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനായും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. ശ്രദ്ധിക്കണമേ, ആ ശക്തിയേറെ കുതിരയെ നിയന്ത്രിക്കാൻ ചെറിയ കടിഞ്ഞാൺ മതി, വലിയൊരു കപ്പലിനെ നയിക്കാൻ ചെറിയൊരു സ്റ്റിയറിംഗ് മതി. എന്നാൽ വലിയ വിപത്താണ് അത് ചെറിയ നാവ് കൊണ്ടും അത് ഉണ്ടാക്കുന്നതെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുഷ്ടതയുടെ ലോകം തന്നെയാണ് അത് എന്ന് വചനം നമ്മളെ പറയുന്നത്. നമ്മുടെ അവയവങ്ങളൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതിചക്രത്തെ ചുട്ടുവഴിപ്പിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാവ് കൊണ്ട് പിതാവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അതേ നാവ് കൊണ്ട് നീ മനുഷ്യരെ ശപിക്കുകയും ചെയ്യുന്നെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവരെ നാവിൽ നിന്ന് അനുഗ്രഹവും ശാപവും വരരുത് എന്ന് സഹോദരത് ഉചിതമല്ല എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. ഒരേ നാവ് കൊണ്ട് നീ അനുഗ്രഹിക്കുന്നവനും ഒരേ നാവ് കൊണ്ട് ശപിക്കുന്നവനും ആകരുത്. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുക. നിനക്ക് തിന്മ ഒരുവൻ പറഞ്ഞാൽ തിരിച്ച് തിന്മയല്ല പറയേണ്ടത്,
ഒരുവൻ നിന്നെ ദ്രോഹിച്ചാൽ പകരത്തിന് പകരം നാക്കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടത് എന്നാണ് ദൈവമക്കളോട് ഇതാ വചനം പറയുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. പകരം തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. തുടർന്ന് വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നൊരു ഭാഗം നമുക്ക് വായിക്കാം. അതായത് 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. അല്ലാതെ അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ അനുഗ്രഹം വേണമെന്നും കർത്താവിൻ്റെ അനുഗ്രഹം വേണം, അതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, അവിടെ വചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നെന്ന് തൻ്റെ അധരങ്ങളെയും നിയന്ത്രിക്കട്ടെ എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നിൻ്റെ അധരങ്ങളെ നിയന്ത്രിക്കാൻ പറഞ്ഞ തിന്മയിൽ നിന്ന് നാവിനെ, വ്യാജം പറയുന്നെന്ന് അധരത്തെ നിയന്ത്രിക്കട്ടെ. നാവിനെ, അധരത്തെ നിയന്ത്രിക്കാൻ വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നിൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ് നിൻ്റെ നാവ് എന്ന് വചനം പറയുക. നിൻ്റെ നാവ് വ്യാജം പറയുന്നതെങ്കിൽ, നിൻ്റെ നാവ് ദുഷ്ടത പറയുന്നതെങ്കിൽ അത് നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ, ഉയർച്ച ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിൻ്റെ നാവിനെ നീ കർശനമായിട്ട് നിയന്ത്രിച്ചാട്ടെ എന്ന് ആ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാവ് നമുക്ക് എന്തിന് ഉപയോഗിക്കണം? നിൻ്റെ നാവ് കർത്താവിനെ സ്തുതിക്കാൻ, യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കാൻ നമുക്കറിയാം. ദൈവത്തെ സ്തുതിക്കാനായിട്ട് നിൻ്റെ നാവിനെ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രഘോഷിക്കാൻ നിൻ്റെ നാവിനെ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ സൗഖ്യം നിൻ്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വരാൻ നിൻ്റെ നാവിനെ ഉപയോഗിക്കണം. നിൻ്റെ വലിയ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൻ്റെ നാവിനെ ഉപയോഗിക്കണം. നീ കർത്താവിന് വേണ്ടി പാടുവാൻ, സ്തുതിക്കുവാൻ നിൻ്റെ നാവിനെ ഉപയോഗിക്കണം. കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ നീ നാവിനെ ഉപയോഗിക്കണം. നാവിനെ നന്മയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അനേക അവസരങ്ങൾ ഈ പറഞ്ഞതെല്ലാം വചനഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം നിൻ്റെ നാവിനെ ഉപയോഗിക്കാമെന്നിരിക്കെ ഇതാ തിന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ തൻ്റെ നാവിനെ അനിയന്ത്രണമായി ഉപയോഗിക്കുകയാണ്. അവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? വലിയ വിദ്വേഷങ്ങൾ, വലിയ എതിർപ്പുകൾ, വലിയ പ്രശ്നങ്ങൾ, അവൻ്റെ ആത്മീയ തലം തന്നെ താഴ്ന്നു പോകുന്ന തലത്തിലേക്കാണ് ഇവിടെ നാവിൻ്റെ ഉപയോഗം. ഞങ്ങൾ ഇപ്രകാരം ഞങ്ങളുടെ ആത്മീയ ഗുരു നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു തരാറുണ്ട്, നിൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ, നിൻ്റെ വ്യർത്ഥ ഭാഷകൾ ഒഴിവാക്കാൻ നീ എന്ത് ചെയ്യണം? ഞങ്ങളോട് പറഞ്ഞു തരും, നീ മൗനവ്രതമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. നീ മൗനവ്രതമെടുത്ത് പ്രാർത്ഥിക്കാം. അനാവശ്യമായ വാക്കുകളുടെ വാക്കുകൾ വരുന്നതൊക്കെ നിയന്ത്രിക്കാൻ മൗനവ്രതത്തിലും ഉപവാസത്തിലുള്ള പ്രാർത്ഥനയ്ക്കും വളരെ ശക്തമായിട്ട് അത് ഫലം ചെയ്യാൻ കഴിയും. വനാന്തരങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഏകാന്ത പ്രാർത്ഥനയിൽ നീ രഹസ്യമായി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ, മൗന പ്രാർത്ഥനയിൽ നിൻ്റെ അനാവശ്യ വാക്കുകളൊക്കെ നീങ്ങിപ്പോവും. അതിൻ്റെ ഫലം ഞങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം മാത്രം ഉപയോഗിക്കാൻ നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കുക. കർത്താവിൻ്റെ സദ്വചനങ്ങൾ മാത്രം വായിൽ വരട്ടെ. ഒരുവനെ അനുഗ്രഹിക്കുന്ന വാക്കുകൾ നിൻ്റെ വായിൽ വരട്ടെ. കർത്താവ് നമ്മുടെ അധര കവാടത്തിന് കർത്താവ് കാവലേർപ്പെടുത്തണമേ എന്ന് നമ്മൾ സങ്കീർത്തനം പ്രാർത്ഥിച്ചോളൂ. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.